ജ്ഞാനായ കമ്മിറ്റിയാണ് മെത്രാന് പട്ടം കൊടുക്കുന്നത്. വലിയ മെത്രാ പോലും ഇത് ആർച്ച് ബിഷപ്പ് പദവികളൊക്കെ കൊടുക്കുന്നത്. പള്ളികളിൽ എന്താണ് വായിക്കേണ്ടതെന്ന് പറയുന്നത്. പക്ഷെ ഇത് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇപ്പം മൊത്തം നമ്മുടെ ഈ സഭയുടെ മലങ്കര സഭയിലെ ചരിത്രം പഠിക്കുമ്പോഴും പൗലോസ്ലീഹ പറഞ്ഞ ഒരു വാക്യം അത് എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് യാക്കോബായ ഓർത്തഡോക്സ്, ഈ ജ്ഞാനായ ഫാക്ഷൻസ് എല്ലാവർക്കും വേണ്ടി ഞാനൊന്ന് വായിക്കാം. ഏതായാലും ഇത്രയും നേരം നമ്മൾ സംസാരിച്ചല്ലേ, ഒരു ബൈബിൾ വാക്യം. ഇത് പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അപ്പോ ഇതൊരു വിസ്ഡമാണ് ഇവിടെ ആവശ്യം. അപ്പം ജ്ഞാനായക്കാരെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു എലീറ്റ് ക്ലാസ് ആണ്. അപ്പൊ നിങ്ങളുടെ ഇടയിൽ വിസ്ഡം ഇല്ലാതെ ആയോ എന്ന് പൗലോസ്ലീഹ ചോദിക്കുകയാണ്. വിസ്ഡമാണ് ഇതിന്റെ കീയെ. അപ്പൊ നമ്മൾ വികാരം കൊണ്ട് ഭിക്ഷുക്കരാകുന്നതിൽ അർത്ഥമില്ല, വിസ്ഡം ഉപയോഗിക്കുക. അടുത്ത പറയാ, അല്ല സഹോദരനോട് വ്യവഹരിക്കുന്നു. അപ്പം ബ്രദർ ഗോസ് ലോ വിത്ത് എ ബ്രദർ. അപ്പൊ ഒരു സഹോദരൻ മറ്റേ സഹോദരനെതിരായിട്ട് കോടതി പോകുന്നു കണ്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ബട്ട് ബ്രദർ ഗോസ് ടു ലോ വിത്ത് ബ്രദർ ആൻഡ് ദാറ്റ് ബിഫോർ ദ അൺബിലീവേഴ്സ്. അതായത് നിങ്ങൾ പോകുന്ന ജഡ്ജിമാര് ജ്ഞാനായക്കാരല്ല, യാക്കോബായക്കാരല്ല, ക്രിസ്ത്യാനികൾ പോലുമല്ല. അപ്പം ക്രിസ്ത്യാനികൾ പോലും അല്ലാത്ത ജഡ്ജിമാരുടെ ഇടയിൽ നിങ്ങൾ സഹോദരന്മാർ കേസുമായിട്ട് പോകുന്നത് ശരിയല്ലെന്ന് തിരുവെഴുത്തുകൾക്കകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ സേവറിയസ് തിരുമേനി ആയാലും അതുപോലെ തന്നെ സെക്രട്ടറി, അതുപോലെ നിങ്ങളെ മുൻ സെക്രട്ടറിമാർ, നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. അത് ഞാൻ രണ്ടു കൂട്ടരും ചെയ്യുന്നത് ശരിയല്ല. കാരണം ഇത് കൃത്യമായിട്ട് പൗലോസ്ലീഹ എഴുതി വെച്ചിരിക്കുക. നമ്മൾ കുർബാനയിൽ നിന്ന് പൗലോസ്ലീഹ ധന്യം ചൊല്ലട്ടെ എന്ന് ഇതേവന്ന് പാടുന്നതിൽ അർത്ഥമുണ്ടോ? ബ്രദറെ, ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു. ഞാൻ ബ്രദർ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളാണ്. ഈ ബ്രദർ ഇപ്പൊ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനോട് ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. നിങ്ങളും ശരിയല്ല എന്ന് പറഞ്ഞു. എന്താ ഞങ്ങളുടെ ഭാഗത്തെ തെറ്റെന്നൊന്ന് സൂചിപ്പിക്കാമോ? ഇപ്പൊ വേണ്ട, ബ്രദർ പഠിച്ചിട്ട് ഈ വിഷയങ്ങൾ ഇനി പഠിച്ചിട്ട് എന്താ ഞങ്ങളുടെ ഭാഗത്ത് എന്താ തെറ്റ്, അതെങ്ങനെ തിരുത്തണം എന്ന് ബ്രദർ അഡ്വൈസ് ചെയ്താൽ ഞങ്ങൾ ചെയ്യാം. ഇവിടെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? ഒരുപാട് പേര് മീഡിയേഷൻ ഇറങ്ങി, മെത്രാന്മാരിറങ്ങി, നേതാക്കന്മാരിറങ്ങി, ജനങ്ങളിറങ്ങി, ഞങ്ങളുടെ കൂട്ടത്തിലെ വിസ്ഡമുള്ളവരും ഇറങ്ങി. എല്ലാവരും ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ട് എല്ലാവരും പിൻവാങ്ങും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ മിണ്ടത്തില്ല. അങ്ങനെയാണോ? നമ്മളൊരു ചർച്ച നടത്തിയാൽ ആ ചർച്ചയുടെ പരിസമാപ്തിയിൽ മുൻ സെക്രട്ടറി താനാ തെറ്റുകാരൻ, താൻ ഇത് ചെയ്തതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ, അല്ല ഇങ്ങനെ ഇന്ന ആള് ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ തിരുത്തണം എന്ന് പറയേണ്ടതിന് പകരം ആരാ തെറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നില്ല. എല്ലാവരും ഒഴുക്കൻ പരുവത്തിൽ നിങ്ങളും തെറ്റ് അവരും തെറ്റ്. ഇത് ഞങ്ങൾ ഇതിൽ കൂടുതൽ എങ്ങനെ പ്രതിരോധിക്കേണ്ടത്? ഇത് ബ്രദർ പറഞ്ഞേ, ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുടെ തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും, ഞങ്ങൾ തിരുത്താം. അത് ആർജവമാണ്. ഇപ്പൊ ഞാൻ ചോദിച്ച ഒറ്റ കാര്യം, ഈ 4 മെത്രാന്മാർ ഒന്നിച്ചൊന്ന് സംസാരിക്കാനായിട്ട് ഇത്രയും നാളായിട്ട് നടന്നില്ല. ഇവർ തമ്മിലാണ്. ഞാനിപ്പോ മറുപക്ഷത്തിൽ നിന്ന് ഇതേ ആർജവം പ്രതീക്ഷിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ബഹുമാന്യനായ ഒരു കാർഡ് ഇറക്കിയിരിക്കുകയാണ്. അതായത് ടിഒ ഏലിയ സക്കറിയ കാർഡ് ഇറക്കിയിരിക്കുകയാണ്, ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ മേൽച്ചീട്ടിട്ട് വിട്ടുവോ എന്ന് നമുക്ക് കാണാം. മറുപക്ഷവും ആ ഒരു സന്നദ്ധത വരട്ടെ. കാരണം ഇത് ഞങ്ങൾ തയ്യാറാണ്, തെറ്റുണ്ട തിരുത്താൻ തയ്യാറാണ്. അതല്ലേ ഏറ്റവും വലിയ ആർജവം. അതെ, ഞങ്ങൾ തയ്യാറാണ്. നമുക്ക് ഞങ്ങളുടെ തലമുറയെ കുറിച്ച് ചിന്തയുണ്ട്, സഭയെ കുറിച്ചൊരു ചിന്തയുണ്ട്. ഞങ്ങളുടെയൊക്കെ യൗവനം ഒത്തിരി നാൾ ഈ സഭയ്ക്ക് വേണ്ടി നടന്നവരാ. ഇന്നത്തെ ഈ അപജയം കാണുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമാണ്. ചെറുപ്പക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുത്തുകൾ ബ്രദർ കണ്ടാണ്ടല്ലോ, ബാബയുടെ തുണി നോക്കി കാട്ടർബി, ബാബായ കാട്ടർബി, അദ്ദേഹത്തിന് തുണി നോക്കി നോക്കണം എന്നൊക്കെ പരസ്യമായിട്ട് എഴുതുന്നവനെ വിളിച്ച് സെമിനാരി വിളിച്ച് അവന്റെ വീട്ടിൽ ചെന്ന് മൊമന്റ് കൊടുക്കുക. ഈ സെക്രട്ടറിയും ആളുകളും അറിയാമോ എങ്ങനെ ഷോൾ അണിയിക്കുന്നു? എങ്ങനെ ഈ ചെറുപ്പക്കാരിൽ ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കും? ഞാൻ പറഞ്ഞ വെറുതെ അല്ല, ഞാൻ എവിഡൻസ് തരാം. അദ്ദേഹത്തെ അവനെ വിളിച്ച് ഷോൾ അടിക്കും. അദ്ദേഹത്തിന്റെ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ചെറുതാൻ എഴുതുന്നുണ്ട്. വ്യക്തിപരമല്ല, ഇത് സോഷ്യൽ മീഡിയ ലോകം മുഴുവൻ കാണുന്നു. അതിനകത്ത് എഴുതുന്നത് കാട്ടർബിയാണെന്നും കരീം എന്നും പറഞ്ഞുകൊണ്ട് എഴുതുന്നത്. നമുക്ക് ചെറുപ്പക്കാർ കണ്ട് വളരുന്നത്. അതെ, അതിനകത്ത് ഇപ്പൊ നിങ്ങളല്ല, നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള ആളുകൾ. ഞങ്ങളൊരു സമ്മേളനം നടത്തിയല്ലോ, ബ്രദർ ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഒരാളെ കുറിച്ച് ഒരു അനാവശ്യ മുദ്രാവാക്യമില്ല. ഞങ്ങൾ കർശന നിർദ്ദേശം കൊടുത്തു, സേവറിയസ് തിരുമേനിയോ അല്ല വേറൊരാളെയോ അനാവശ്യം പറയരുത്. ഒരു മുദ്രാവാക്യം പോലും ഒരാൾ വിളിച്ചില്ല. ഞങ്ങൾ അന്ത്യോക്യ വിശ്വാസം പറഞ്ഞു, അന്ത്യോക്യ ബന്ധം നിങ്ങളാണ് വാഴട്ടെ. ഇവർക്ക് നടത്താൻ ഒക്കുവോ? ഇവരെന്താ അരമനയെ കാണിച്ചത്? ബാബയുടെ പടം തരംതിരിച്ച് വേണ്ട, ഒരു പൊതു സ്വഭാവം എന്നുള്ള നിലയ്ക്ക് ഒരു താക്കീത് കൊടുക്കാനോ അല്ലെങ്കിൽ ചെയ്യരുത് മക്കളെ എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിക്കണമായിരുന്നു. എന്നിട്ട് ഇപ്പം ഇനി ഞങ്ങൾ ആരും ഇതുവരെ കത്തിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പിന്നെ കൽപ്പനയൊന്നും. ഇല്ലില്ല, അതൊക്കെ ഞാൻ ഇന്നലെ ചോദിച്ചായിരുന്നു. അപ്പം അവര് വ്യക്തികളുടെ വികാര വിക്ഷോഭമാണ്. അതെ, നമുക്ക് ഇപ്പൊ ഈ കാര്യത്തിൽ ഇപ്പം പൊതുസമൂഹം കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഒരു നിലപാടില് ഇവര് പറയുന്നത് ഇവര് ചർച്ചകൾക്ക് തയ്യാറാണ്, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ തയ്യാറാണ്, സഭയിൽ സമാധാനത്തിനായി, ഭാവിയുടെ തലമുറകളുടെ ഒരു നിലനിൽപ്പിനായി, വിശ്വാസത്തിന്റെ സംരക്ഷണത്തിനായി ഏതറ്റം വരെയും വിട്ടുവീഴ്ചയ്ക്കും അനുരഞ്ജനത്തിന് തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നടപടിയാണ്. അപ്പൊ ഞാൻ പറയുന്ന ഇത്തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ ശ്രേഷ്ഠ ബാബയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ ഒരു ചർച്ചകൾക്ക് കുറെ കൂടെ ഒരു മിഴിവുണ്ടാക്കും എന്നുള്ളതാണ് എന്റെ ഒരു ധാരണ. കാരണം തീർച്ചയായിട്ടും ബാബ അത് വളരെ ഇതായിട്ട് ബാബയും ദുഃഖിതനാ ഈ വിഷയത്തില്.
ബാബായും വളരെ ദുഃഖിതനാണ്. വിഷയം തീർക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ സെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ട് വല്ല കാര്യമുള്ളൂ. അദ്ദേഹം ഇപ്പൊ പറഞ്ഞ ആ ഒരു ആശയത്തിൽ ഇന്നലെ കേട്ടപ്പോ എനിക്കും വിഷമം തോന്നി. പക്ഷെ ഇപ്പൊ പറഞ്ഞ ആ ഒരു ടോൺ ആണെങ്കിൽ അത് കാരണം പാത്രിക് സാർ പറയാണ് ഇവിടെ വന്ന് നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. അപ്പൊ അതൊരു വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. അങ്ങനെ അത്രയും അകന്നുപോയി. അതുകൊണ്ടാണ് പറയാൻ അവൻ വരട്ടെ, ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നടക്കുന്നു, ഞങ്ങൾ തമ്മിലുള്ള ഭിന്നതയൊന്നും മാറട്ടെ. ആ സമയത്ത് നിങ്ങൾ അവിടെ ചർച്ച ചെയ്യുക. എന്നിട്ട് എല്ലാവരും ഇങ്ങോട്ട് പോവാ, ഇവിടെ വന്ന് അദ്ദേഹത്തെ കൂടെ കൂട്ടി സന്തോഷമായിട്ട് വിഷയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അത് പറഞ്ഞാലാണ് പറയുന്നത് എന്നാ നിരുപാധികം അൺകണ്ടീഷണൽ അപ്പോളജി വേണം, ചെയ്തേ പറ്റൂ. സഭയുടെ തലവന്റെ മുമ്പിൽ തെറ്റുകളെ ഏറ്റു പറയാൻ ഉള്ള ബാധ്യത അതൊരു മാനക്കേടല്ല, അതൊരു മാനമാണ്. ഒരു വിഷയം തീരാൻ ചെയ്തു പോയ തെറ്റ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ആ തെറ്റ് പറ്റിപ്പോയത് പിതാവ് ക്ഷമിക്കണം. നമ്മൾ അപ്പന്മാരോട് പറയുന്നില്ലേ, അപ്പോളജി പറയുന്നില്ലേ? അതിനകത്ത് ദുരഭിമാനം കാണേണ്ട കാര്യം എന്താ? വേറെ ആളോടല്ലല്ലോ. തന്റെ തലയിൽ കൈവച്ച് തന്നെ ഈ സ്ഥാനത്തേക്ക് അതിലൊന്നും നമ്മുടെ തിരുമേനിക്ക് ദുരഭിമാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു ഹമ്പിൾ പേഴ്സൺ ആണ്. അദ്ദേഹം അങ്ങനെ പേഴ്സണാലിറ്റിയാ ഞാൻ പറയുന്നത്, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഹമ്പിൾ പേഴ്സണാലിറ്റി. അങ്ങനെ ചെയ്യും. സഭയിൽ സമാധാനം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന് വിഷയങ്ങൾ തീരണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നവർക്ക് മധ്യത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തോട്ട് വരാൻ സാധിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഞങ്ങളും ഒക്കെ എന്നും അഭിനന്ദനായ സേവോറിയസ് തിരുമേനിയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് സഭയിലെ പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം നമ്മൾ അത് രാവിലെ എടുക്കുന്നത് നമ്മൾ വൈകിട്ട് മാറ്റാനല്ല. അത് നമ്മൾ അതിൽ ഉറച്ചു നിന്ന് ഫോർ ദ സേക്ക് ഓഫ് ദി കമ്മ്യൂണിറ്റി എന്നൊരു ആശയത്തിൽ നമ്മൾ ഇതിനെ കണ്ട് ഇത് ചെയ്യണം. ഞങ്ങളൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു മീറ്റിംഗ് നടത്തിയതിന്റെ പിറ്റേ ദിവസം ഞാൻ അഭിനന്ദ സേവോറിയസ് തിരുമേനിക്ക് മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിന് അയച്ച മെസ്സേജിന്റെ ഉള്ളടക്കം എന്താണെന്ന് പറഞ്ഞാൽ, അഭിനന്ദ തിരുമേനി, ജനുവരി 15 അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ വാർഷികമാണ്. ഈ വിഷയങ്ങൾ പരിഹരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങയുടെ നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങൾ തിരികെ കിട്ടി നമുക്ക് ഒരുമിച്ച് അത് ആഘോഷിക്കുവാനുള്ളതായ ഒരു മൂവ്മെന്റ് എടുക്കണം. അങ്ങ് വൈദിക അനുരഞ്ജന സമിതിയൊക്കെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു. അദ്ദേഹം അത് കണ്ടു. അത് കണ്ടിട്ട് അദ്ദേഹം എന്നിട്ട് വൈദികരോട് പറഞ്ഞു, ഡോക്ടർ റീബു ഒക്കെ മെസ്സേജ് എനിക്കൊരു സന്തോഷമുണ്ടെന്ന്. പക്ഷെ ഒരു വൈദികർ അദ്ദേഹത്തോട് പറഞ്ഞു, സന്തോഷം പറഞ്ഞാൽ മാത്രം പോരാ, ഇത് കാര്യങ്ങൾ നടക്കണം. നത്തിങ് ഈസ് ഹാപ്പനിങ്. അതാണ് നമ്മുടെ ഒരു കാര്യം. ഇതേ സഭയിൽ പ്രശ്നങ്ങൾ ഇതിനകത്ത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ യാക്കോബായ ഓർത്തഡോക്സ് വിഷയം പോലെ അല്ല. നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ യാക്കോബായ ഓർത്തഡോക്സ് ഇരു വിഭാഗത്തിൽ ഒരുപാട് വിവാഹ ബന്ധങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാൾ ഇഴയെടുപ്പുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങളുടേത്. ക്ലോസ്ലി വി വൺ ടുഗദർ ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ഈ ഒരു പ്രശ്നം വളരെ ദൂരവ്യാപകമായ ഫലം ഉണ്ടാക്കും. അതുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടു പോകാതെ നിങ്ങൾ പരിഹരിക്കണം എന്നുള്ളതാണ്. 100% യോജിക്കുന്നു. താങ്കൾ ബ്രദറിനെ എന്ത് ഇനീഷ്യേറ്റീവ് എടുത്താലും സഹകരിക്കാൻ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകണം. അല്ലാതെ ഒരാളെ തോൽക്കാനോ ഒരാളെ ജയിക്കാനോ ഒന്നും. ഇത് ഒരു സഭയല്ലേ? ഇവിടെ പറയുന്നത് ചില ആളുകളുടെ ഒരു സംസാരം കേട്ട ഒരു പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ തീരത്തുള്ളൂ. പാക്കേജ് എന്തൊരു പാക്കേജ്? ഈ പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ 3 വർഷം അദ്ദേഹത്തിന്റെ കൂടെ സെക്രട്ടറി ആയിട്ടിരുന്ന അന്നും ഞങ്ങൾ തമ്മിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യത്തിലുണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ മുറിക്കകത്ത് തീരുമാനിക്കുന്നു. ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഒരു മാനഹാനി ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എനിക്കും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പല കാര്യത്തിലും. എന്താ ആ ഒരു പക്വത ഇല്ലായ്മയല്ല ഇപ്പൊ ഈ കാണിക്കുന്നത്. ഇപ്പൊ ഈ പ്രാവശ്യം ഇറങ്ങിയ ജ്ഞാനായ ദീപം വായിച്ചാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ ലീഡർഷിപ്പ്? ലീഡർഷിപ്പ് എന്ത് പറഞ്ഞാലും ഭൂരിപക്ഷമുണ്ട്. ഭൂരിപക്ഷം ജനത്തെ സേവിക്കാനാ, അല്ലാതെ ജനത്തെ ദ്രോഹിക്കാനാണോ ഭൂരിപക്ഷം ഉപയോഗിക്കേണ്ടത്? എങ്ങനെയാ ഭൂരിപക്ഷം കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിയാം. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ അസോസിയേഷൻ ഇലക്ഷൻ മെത്രാച്ചൻ എല്ലാ പള്ളിയിലും നടന്ന് പ്രസംഗിച്ചു, ബാബ എൻഡോഗമിക്കെതിരാണ്. ബാബ തന്നെ നേരിട്ട് ചേറാപ്പള്ളി വന്ന് പ്രസംഗിക്കേണ്ടി വന്നു, ഞാൻ നിങ്ങളുടെ എൻഡോഗമിക്കെതിരല്ല, ആ എൻഡോഗമിയാണ് അതിന്റെ കാരണം. അതിന് മുമ്പത്തെ ഇലക്ഷൻ ഒരു തല്ലുണ്ടായതാണ് പ്രശ്നം. ഇങ്ങനെ ഓരോ സമയത്ത് രാഷ്ട്രീയമായ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഭൂരിപക്ഷം എന്ന് പറയുന്നത് മറിഞ്ഞും തിരിഞ്ഞും വരുന്നതല്ലേ? അല്ല, നമുക്ക് ഇതേപ്പറ്റി നമുക്ക് ഫർദർ ചർച്ചകളും തുടർ യാത്രകളൊക്കെ നടത്താൻ നമുക്ക് ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് പറയാം. നമുക്ക് സമാധാനത്തിലേക്കുള്ള ഒരു കവാടം തുറന്നു വെച്ചിട്ടാണ് ഇന്നലെ അവർ പോയത്. അവർ പറയുന്നത് ഇതാ ഞങ്ങൾ കവാടങ്ങൾ തുറക്കുന്നു. അപ്പൊ ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഡോക്ടർ റീബു പറഞ്ഞോളൂ. റീബുവിന് പറയാനുള്ളൂ. പ്രിയപ്പെട്ട ബ്രദറെ, ഞങ്ങളെ സംബന്ധിച്ച് ഈ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം ഇത് ഓരോ പള്ളികളിലും ഓരോ കുടുംബങ്ങളിലും ഒക്കെ ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുവാൻ ഉണ്ടായതായ വിഷമങ്ങളെയൊക്കെ പരിഹരിക്കുവാനുള്ളതായ എന്ത് ഡിഗ്നിഫൈഡ്, ഞാൻ കഴിഞ്ഞ അസോസിയേഷൻ ഉപയോഗിച്ച വാക്കാണിത്, ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സെറ്റിൽമെന്റ്. 10 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ 5 കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. അപ്പം ആ വിട്ടുവീഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി ആരെയും തോൽപ്പിക്കാനോ ആരെയും ജയിപ്പിക്കാനോ അല്ലാതെ തുറന്ന മനസ്സോടുകൂടി സഭയാണ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി സമീപനം വന്നാൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് വിട്ടുവീഴ്ചകൾക്കും അല്ലെങ്കിൽ ചർച്ചകൾക്കും തയ്യാറാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കമാൻഡർ ടി ഒ ഇലിയാസ് ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അല്ല, അത് ഞാൻ ആമുഖമായി പറഞ്ഞ പോലെ തന്നെ ഇതൊരു സഭയാണ്. ഇത് രാഷ്ട്രീയ പാർട്ടികളോ സെക്യുലർ ഓർഗനൈസേഷനുകളോ തമ്മിൽ അമാൽഗമേറ്റ് ചെയ്യുന്ന പോലോ അല്ലെങ്കിൽ അവർ നമ്മൾ സെറ്റിൽ ചെയ്യുന്നവരല്ല. ഇടയനെ അറിയുന്ന ആടുണ്ടാവണം. അതുകൊണ്ട് ഒരിടയനും ഒരു ആട്ടിൻപറ്റവുമായിട്ട് തീരണം. അതിനുവേണ്ടി ഇടയൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന എല്ലാ വിട്ടുവീഴ്ചകളും തീർച്ചയായിട്ടും ഇടയൻ ചെയ്യും.
അദ്ദേഹം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ബാബായോട് പറഞ്ഞപ്പോഴൊക്കെ ബാബ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതുകൂടി ഇപ്പോൾ ഒന്ന് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. ബാബ പറയുന്നത് ഈ സഭയുടെ ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ശിക്ഷണ നടപടികളിൽ വലിയ ഉദാസീനതയും അതോടൊപ്പം തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ ധൃതിയും കാണിക്കുന്ന ഒരു രീതിയാണ് സഭയ്ക്കുള്ളത്. അതുകൊണ്ട് പലപ്പോഴും ശിക്ഷണ കാര്യങ്ങൾ വളരെ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ മാത്രമേ സഭ അത് ചെയ്യുകയുള്ളൂ. സിംഹാസനത്തിൻ്റെ ലക്ഷ്യവും അതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും സിംഹാസനത്തിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ വലിയ തണുപ്പായതുകൊണ്ടാണ് എനിക്ക് ചുമ വരുന്നത്. സിംഹാസനത്തിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സിംഹാസനം തീർച്ചയായിട്ടും എപ്പോഴും വഴി തുറന്നിട്ടിരിക്കുന്ന ഒരു നിലപാടാണ് സിംഹാസനത്തിനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. താങ്ക് യു. ഓക്കെ, അടുത്തായി നമ്മുടെ ഏലിയാസ് സക്കറിയ. ബ്രദറെ, ഈ പറഞ്ഞൊക്കെ തന്നെ നമ്മൾ അനുരഞ്ജനത്തിന് തയ്യാറാണ്. സഭയിൽ ഈ വിഷയങ്ങൾ തീരണം. അത് വിഷയങ്ങൾ തീരാൻ ഉള്ള ഏറ്റവും നല്ല മാർഗം എത്രയും വേഗം സ്വീകരിക്കുക എന്നുള്ളതാണ്. നീണ്ടുപോകും തോറും ശത്രുത വർദ്ധിച്ചുകൊണ്ട് വരുന്നു, തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നു. അപ്പൊ അത് ഒഴിവാക്കി എത്രയും പെട്ടെന്ന് വിഷയങ്ങൾ തീരാൻ ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അത് ഇപ്പൊ ശ്രേഷ്ഠ ബാബ ഇടപെട്ടിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് ഇത് ചെയ്യാൻ പരിശുദ്ധ പാത്രിയർക്കീസ് ബാബ തിരുമനസിന് മുമ്പിൽ ഈ നിർദ്ദേശങ്ങൾ എല്ലാവരും വെച്ചിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും പറയും, എനിക്ക് അദ്ദേഹത്തിൻ്റെതായ യാതൊരു കടുംപിടുത്തം പിടിവാശിയില്ല. നിങ്ങൾ അവിടെ യോജിച്ച് വന്നാൽ എന്ത് തീരുമാനമെടുത്താലും ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ പാത്രിയർക്കീസ് ബാബയുടെ മേലധികാരത്തിന് കീഴിൽ മുൻകാലങ്ങളിൽ പോയതുപോലെ സഭ പോകാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അവസാനമായിട്ടൊരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ബൈബിളിൽ നിന്നൊരു ടെക്സ്റ്റ് വായിച്ച് ഞാൻ ക്ലോസ് ചെയ്യാം. ഓക്കെ. അത് ജഡ്ജസ് ന്യായാധിപന്മാരുടെ പുസ്തകം 9 അധ്യായം 7 വാക്യം. ഇതിനെക്കുറിച്ച് യോദ്ധാവിന് അറിവ് കിട്ടിയപ്പോൾ അവൻ ഗെരിസീം മലമുകളിൽ ചെന്ന് ഉച്ചത്തിൽ അവരോട് വിളിച്ചു പറഞ്ഞു, എന്തെന്നാൽ ശെഖേം പൗരന്മാരെ, ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എന്റെ സങ്കടം കേൾപ്പീൻ. പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി. അവ ഒലിവ് വൃക്ഷത്തോട്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. അതിന് ഒലിവ് വൃക്ഷം, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ അത്തിവൃക്ഷത്തോട് വന്ന്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. അതിന് അത്തിവൃക്ഷം, എന്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. മുന്തിരിവള്ളി അവയോട്, ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ മുൾപ്പടർപ്പിനോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. മുൾപ്പടർപ്പ് വൃക്ഷങ്ങളോട്, നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ വന്ന് എന്റെ നിഴലിൽ ആശ്രയിപ്പീൻ. അല്ലെങ്കിൽ മുൾപ്പടർപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് ലബാനോനിലെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ബുദ്ധിയുള്ളവർ ഗ്രഹിക്കട്ടെ, ചിന്തിക്കട്ടെ. താങ്ക് യു ഫോർ ജോയിനിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമുക്ക് തുടരട്ടെ, കോൺവെർസേഷൻ തുടരട്ടെ. നമുക്കൊരു സമാധാനത്തിന്റെ വഴി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ലൈവിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. താങ്ക് യു.